ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ത്യയിലെ നിയമവിരുദ്ധമായിട്ടുള്ള കാസിനോ 2 സ്റ്റേറ്റുകളിലാണ് ഒരു ലിമിറ്റ് വരെ ലീഗലാക്കിയിട്ടുള്ളത്. അതിൽ ഒന്ന് സിക്കിം, ഒന്ന് ഗോവയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗോവയിലുള്ള കാസിനോ കാണാൻ പോകുന്നതാണ്. ഗോവയിലെ പഞ്ചിം എന്ന് പറയുന്ന സ്ഥലത്ത് ഷിപ്പുകളിലാണ് ഇത് നടക്കാറുള്ളത്. 24 ഹവേഴ്സും ഇത് ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല, നമുക്കത് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളതുകൊണ്ട് മാത്രമായിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് പഞ്ച് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ അതിൻ്റെ ഓപ്പണിങ് വരുന്നത് ഇതിലാണ്. ഇത് ഒരു കാസിനോ മാത്രമല്ല, ഒരുപാട് കാസിനോ ഇവിടെ കാണാം നമുക്ക്. ഇത് കാസിനോ പ്രൈഡ് എന്ന് പറയും. ഇവിടെ നിന്ന് അങ്ങനെ ഓപ്പണിംഗ് ആണ്, ഒരു എൻട്രൻസ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് കുറച്ച് നമുക്കതിൻ്റെ റൂൾസുകളും അതുപോലെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബോട്ടിലാണ് ഇത് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു ബോട്ടിൽ കയറിയിട്ടുള്ള വ്യൂസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ഷിപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ ബോട്ട് അവിടെ ലാൻഡ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് അതിനകത്തേക്ക് കയറാം. ഇത് എന്തുകൊണ്ടാണ് ഇല്ലീഗലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഗെയിമുകളാണ്. അവിടെ ഒരുപാട് ഗെയിമുകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഗെയിമുകളിലൊന്നും ഏർപ്പെടാതെ അവിടെ ഉള്ളത് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള രീതിക്കാണ് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. ഇവിടെ കാണുന്നത്, ഈ സൈഡിൽ കാണുന്നതാണ് ഗെയിമിൻ്റെ ഏരിയ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഞങ്ങളിതിൻ്റെ മുകളിൽ ആണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പാർട്ടി ആണുള്ളത്. ഫുഡ് കഴിച്ചു, പിന്നെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കിഡ്സ് റൂമുണ്ട്, അവിടെ പോയിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം. ഷിപ്പിൻ്റെ മുകളിലെത്തിയപ്പോൾ അടിപൊളി കാഴ്ചകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ നിന്നും ചുറ്റുഭാഗത്തുള്ള എല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അതൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് ആക്ച്വലി നമുക്ക് ഗോവയിലുള്ള ടേസ്റ്റുകളൊന്നും ഇഷ്ടപ്പെടാറില്ല. ഇവിടെ അത്യാവശ്യം നല്ലൊരു ഫുഡ് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ഐറ്റംസും, റൈസ്, സാലഡ്സ്, ഡെസേർട്ട് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്ന ഡാൻസ് പാർട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് എൻഡിങ്ങിലാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കിഡ്സ് റൂമിലാണ് ടൈം സ്പെൻഡ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ടോയ്സ് മാത്രമായിരുന്നില്ല അവർക്ക് കളിക്കാൻ, അവരെ കൂടെ അതേ ഏജിലുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് പോരാനേ തോന്നിയിട്ടില്ല. അതിനകത്ത് നമുക്ക് കുട്ടികൾക്ക് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഉറങ്ങാനൊക്കെ ആയിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് ഫുഡ് ഇനിയിപ്പോൾ വിശക്കുകയാണെങ്കിൽ പുറത്ത് പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള ഫുഡുകൾ നമുക്ക് അവിടെ എത്തിച്ചു തരും. ഈ ഒരു ഏരിയ നല്ല ഒരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ അട്രാക്റ്റ് ആവുന്നൊരു സ്പേസാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. അതിൻ്റെ സൈഡിലൊരു കർട്ടൺ കാണാനുണ്ടായിരുന്നു. ആ കർട്ടൺ ജസ്റ്റ് ഒന്ന് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചാണ് കാണാൻ പറ്റുക. ഷിപ്പിൻ്റെ ഒരു എൻഡാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.